സമയം രാവിലെ 5:30. എല്ലാവരും വീട്ടിൽ പൊതിച്ചു മൂടി കിടക്കുന്ന ടൈമിൽ ഞങ്ങൾ എന്താ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നതായിരിക്കും അല്ലേ. അപ്പം നമുക്കിന്ന് പപ്പയുടെ ഫ്രണ്ടിന്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അന്ന് പാലക്കാടാണ് ഹൗസ് വാമിങ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പോഴേ ഇറങ്ങിയാലേ നമുക്ക് അവിടെ ടൈമിന് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മളിതേ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതേ ട്രെയിൻ വരുന്നതിൻ്റെ മുന്നേ നമ്മളൊരു ചായയും ഈ ഒരു കുഞ്ഞി പത്രിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ട്രെയിനിൽ കയറിയത്. അങ്ങനെ ഇത് ഏകദേശം ഒരു 10:30 ആയപ്പോൾ നമ്മൾ അവിടെ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അത്യാവശ്യം ബസ്സിൽ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന്. അങ്ങനെ ഇതേ ഒരു ഹോട്ടലിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾ 3 പേരും ഗീ റോസ്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അവനാണെങ്കിൽ രാവിലെ തന്നെ ഫലൂദ വേണമെന്ന് പറഞ്ഞിട്ടുള്ള അടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കൺവിൻസ് ചെയ്തതേ അവനും ഗീ റോസ്റ്റ് തന്നെ വാങ്ങിച്ചു. ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ഇതേ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഓട്ടോയിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതേ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. കാരണം ഫുള്ള് വയലും തോടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ. അധിക വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് പരന്ന് കിടക്കുന്ന പാടം വയലൊക്കെയാണ് കേട്ടോ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. അങ്ങനെ നമ്മളിതേ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയ ഉടനെ നമ്മളിതേ ഈ കലക്കിയ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ അത്രയും നേരത്തെ ഇറങ്ങിയിട്ടും നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഉച്ച കണക്കായിരുന്നു. പിന്നെ ഇതേ അവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ച് കുറച്ച് ടൈം അവിടെ ഇരുന്നതിന് ശേഷമൊക്കെ വീടൊക്കെ കണ്ട് നമ്മൾ പയ്യെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ആയിരുന്നേ കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എനിക്ക് നല്ല ഗ്രേവിയൊക്കെ ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു പോരായിരുന്നു. അതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ റെയിൽവേയിൽ എത്തിയപ്പോഴാണ് നമുക്ക് പണി കിട്ടിയത്. കാരണം ബസ് ലേറ്റ് ആയത് കാരണം നമ്മുടെ ട്രെയിൻ പോയിട്ടുണ്ട്. 3:30 ഉള്ള ട്രെയിനാണ് മിസ്സായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനുള്ളത് 8 മണിക്കാണ് ഗൈസ്. 8 മണി. പിന്നെ ഞാൻ കുറെ കാക്കയുടെയും കുയിലിനെയും മയിലിനെയും ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ 8 മണി വരെ ഇരുന്ന് ഒപ്പിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചൊക്കെ ഇരുന്ന് അവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ 8 മണിക്കാണ് ട്രെയിൻ വന്നത്. അങ്ങനെ ആ ട്രെയിനിൽ കയറി ഏകദേശം വീട്ടിലെത്തുമ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോയത് പുലർച്ചയ്ക്കാണെങ്കിൽ തിരിച്ചെത്തിയതും പുലർച്ചയ്ക്ക്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളാണെങ്കിൽ ഇറങ്ങിയപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ആ ഒരു ടൈം ആയപ്പോഴേക്കും തന്നെ എല്ലാ കടകളും ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ഈ ഒരു കട ക്ലോസ് ചെയ്യാതിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അൽഫാം പൊറാട്ടയൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.